ഇത് ന്യൂ ജനറേഷൻ കാലമാണ്, ജെൻസി കാലം. ജെൻസി കാലത്ത് യുദ്ധരംഗത്തും ജെൻസി വരികയാണ്. നമുക്കറിയാം, നമ്മുടെ പക്കലുള്ള ബ്രഹ്മോസ് എന്ന് കേട്ടാൽ പാകിസ്ഥാനും ചൈനയും ഒക്കെ കിട്ടുകിട്ടാൻ പറയ്ക്കും. ചൈന 2 പ്രാവശ്യം ആലോചിക്കും, പാകിസ്ഥാന് വിറയൽ പനി വരും. കാരണം ബ്രഹ്മോസിന്റെ ശേഷി നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ദാ നമ്മൾ നമ്മുടെ ബ്രഹ്മോസിനെ ന്യൂജൻ ആക്കാൻ പോകുന്നു, ജെൻസി ആക്കാൻ പോകുന്നു മാത്രമല്ല, ഈ വർഷം നമ്മൾ ന്യൂജൻ ബ്രഹ്മോസ് NG നമ്മുടെ സേനയുടെ ഭാഗമാക്കാൻ പോവുകയാണ്. ചില്ലറക്കാരനൊന്നുമല്ല പുതിയ ബ്രഹ്മോസ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലാണ്. 2.8 മാക്കാണ് അതിൻ്റെ സ്പീഡ്. ഏതാണ്ട് 3 ടൺ വരെ ഭാരമുണ്ട് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക്. ഇന്ത്യയും റഷ്യയും ചേർന്ന് ഉള്ള ജോയിൻറ്റ് വെഞ്ചറായ ബ്രഹ്മോസ് ലിമിറ്റഡാണ് ഇതുണ്ടാക്കുന്നത്, അറിയാമല്ലോ. പക്ഷേ അതിൻ്റെ എൻജിൻ മാത്രമാണ് റഷ്യ തരുന്ന, ബാക്കി മുഴുവൻ നമ്മുടെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മിസൈലാണ്, ലോകത്തെ ഏറ്റവും മികച്ച മിസൈലാണ്, സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ്. പക്ഷേ ഈ വർഷം അവസാനത്തോടു കൂടി, ഒരുപക്ഷെ അതിനു മുമ്പ്, നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ബ്രഹ്മോസ് NG ന്യൂ ജനറേഷൻ മിസൈൽ ഇനി തിരസ്കരണി വിദ്യ പ്രയോഗിക്കും. എന്ന് പറഞ്ഞാൽ അത് സ്റ്റെൽത്ത് സംവിധാനത്തിലുള്ളതാണ്, കാണാൻ പറ്റില്ല, റഡാർ കൊണ്ട് കാണാൻ പറ്റില്ല. മിസൈൽ വന്ന് മണ്ടയ്ക്ക് വീണ് കഴിഞ്ഞ് പാകിസ്ഥാൻ അറിയൂ, വന്ന് വീണു. അസിം മുനീറിൻ്റെ ഒക്കെ കാര്യം കട്ടപ്പുകയാണ്. കാരണം അസിം മുനീറിനെ ഇപ്പോൾ തന്നെ മൊസാദ് നോട്ടമിട്ട് വെച്ചിരിക്കുക. സ്വിറ്റ്സർലൻഡിൽ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഒപ്പിടാൻ പോകുന്ന വഴിക്ക് ഇയാളെ തട്ടിക്കളയാൻ മൊസാദ് ആലോചിച്ചുവെന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും മൊസാദ് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മൊസാദ് നടപ്പാക്കുകയാണ് പതിവ്. അതിൻ്റെ വിവരങ്ങൾ ചോർന്നു വരുന്ന സ്ഥിതി ഉണ്ടാവാറില്ല. ഒരുപക്ഷെ അസിം മുനീറിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തതുമായിരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ മൊസാദ് തട്ടും മുമ്പ് ഒരുപക്ഷെ നമ്മുടെ ബ്രഹ്മോസ് കൊണ്ട് ഇവനെ അടിച്ചു കളയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വരുന്ന ബ്രഹ്മോസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റെൽത്ത് കാറ്റഗറികളിലുള്ള മിസൈലാണ്. മിസൈൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് മിസൈൽ വന്നു എന്ന് അറിയാൻ പറ്റും. ഏറ്റവും ആധുനികമായ റഡാറുകളെ പോലും വെട്ടിക്കാൻ കഴിയും. പിന്നെ അടുത്ത മെച്ചം ഇപ്പോൾ ഉള്ളത് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് ആണെങ്കിൽ ബ്രഹ്മോസ് NG ഹൈപ്പർസോണിക് ആണ്. അതായത് മാക് 5 ആണ് ഇനി ബ്രഹ്മോസ് NGയുടെ സ്പീഡ്. ഇപ്പോൾ ഉള്ള ബ്രഹ്മോസുകളുടെ പരമാവധി റേഞ്ച് 290 മുതൽ 400 കിലോമീറ്റർ വരെ പോയി അടിക്കാനാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ള ബ്രഹ്മോസ് മിസൈലുകൾ കഴിയുക. പക്ഷേ നമ്മൾ ഇനി ഉണ്ടാക്കി കഴിഞ്ഞു, ഇനിയിപ്പോൾ ചില പരീക്ഷണങ്ങളോട് നടത്തിയിട്ട് നമ്മുടെ സൈന്യത്തിന് കൈമാറിയാൽ മതി. ആ ബ്രഹ്മോസിന് 900 കിലോമീറ്റർ വരെ പറന്ന് ചെന്ന് ആക്രമിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്? അതിവേഗതയിൽ ഹൈപ്പർസോണിക് മിസൈലാണ്, കാണാൻ പറ്റില്ല, റഡാറുകളെ വെട്ടിച്ച് 900 കിലോമീറ്റർ ദൂരം വരെ ചെല്ലാൻ പറ്റുന്ന പുതിയ മിസൈലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതൊന്നുമല്ല. അതായത് ഇപ്പോൾ നിലവിലുള്ള ബ്രഹ്മോസ് മിസൈലിൻ്റെ 3 ടൺ ഭാരമുണ്ട്. പക്ഷേ നമ്മുടെ ആയുധപ്പുരയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ബ്രഹ്മോസ് NGക്ക് 1.2 ടണ്ണേ ഉള്ളൂ. 1.2 ടൺ മാത്രമേ ഉള്ളൂ. അതായത് പകുതിയിൽ കുറവ് ഭാരമേ ഉള്ളൂ. അതിൻ്റെ ഗുണം എന്തെന്നറിയോ? നമ്മുടെ കുഞ്ഞൻ വിമാനമില്ലേ 4.5 തേജസിൽ വരെ ഇത് ഫിറ്റ് ചെയ്യാം. സുഖോയ് വിമാനങ്ങളിലും തേജസിലും ഒക്കെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ബ്രഹ്മോസ് സുഖോയിലും മറ്റേ നമ്മൾ റഫാലിലും മാത്രം ഘടിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ വിമാനങ്ങളിൽ, തേജസ് പോലെയുള്ള വിമാനങ്ങളിൽ പോലും ഘടിപ്പിക്കാൻ പറ്റും നമ്മുടെ പുതിയ ബ്രഹ്മോസ് NG. അപ്പോൾ നോക്കൂ, ബ്രഹ്മോസിൻ്റെ കാര്യത്തിൽ വലിയ ഗവേഷണങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിസൈൽ ഉണ്ടാക്കി വെച്ചു, അത് ഓക്കെ, അത് മികച്ച മിസൈലാണ്, അത് മതി എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അവനെ സ്റ്റെൽത്താക്കി, അവനെ സൂപ്പർസോണിക്കിനെ ഹൈപ്പർസോണിക്കാക്കി, ഭാരം കുറച്ചു, ഏതു വിമാനത്തിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കി, അങ്ങനെ പ്രഹരശേഷി കൂട്ടി. ഇനി മാത്രമല്ല, നമ്മൾ നേരത്തെ വാർത്ത വന്നു, സുപ്രി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആണവ പരീക്ഷണങ്ങൾ പരിശോധിക്കുന്ന ഏജൻസി പറഞ്ഞു, ഇന്ത്യ റഷ്യയും അമേരിക്കയും ഒക്കെ ചെയ്തിരിക്കുന്ന പോലെ ന്യൂക്ലിയർ വാർഹെഡ്സും മിസൈലുകളും രണ്ടിടത്താണ് സൂക്ഷിക്കുന്നത്. കാരണം ആരെങ്കിലും ആക്രമിക്കാൻ ഒരു രാജ്യം, അണവായുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ഒരു രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 2 സ്ഥലത്തിരിക്കുന്ന കൊണ്ടുവന്ന് ഘടിപ്പിക്കണം. കുറച്ച് സമയം കിട്ടും, മനഃപൂർവ്വം മാറ്റി വെച്ചിരിക്കുന്നതാണ്.
കാരണം അത് അന്താരാഷ്ട്ര മര്യാദയാണ്. എന്തെന്ന് വെച്ചാൽ ആക്രമിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും മിസൈലും വാർഹെഡ്സും രണ്ട് സ്ഥലത്ത് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ സിപ്രിയുടെ റിപ്പോർട്ടിൽ പറയുന്ന അമേരിക്കയും റഷ്യയും ഒക്കെ ചെയ്യുന്നത് പോലെ നമ്മളും ഇന്ത്യയും ആണവായുധങ്ങൾ മിസൈലിൽ ഘടിപ്പിച്ച് ഏതു നിമിഷവും പ്രയോഗിക്കാവുന്ന തരത്തിൽ ഡസൻ കണക്കിന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു. അത് ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ കണ്ടെത്തലാണ്. അവരാണ് ലോകത്തിലെ രാജ്യങ്ങളുടെ പക്കൽ എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ആ വാർത്ത ലോകമാധ്യമങ്ങളിലെല്ലാം വന്നു. വലിയ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയായിട്ടും ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് അങ്ങനെയാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല, നിഷേധിക്കാൻ പോയില്ല. അതങ്ങനെയാണ്. നമ്മളും ഇപ്പോൾ റെഡി. പണ്ടത്തെ നമ്മുടെ നിലപാടൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആയുധം ഉണ്ടാക്കുന്നത്, ആണവായുധം ഉണ്ടാക്കുന്നത് ആദ്യം അടിക്കില്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള ആണവായുധങ്ങളാണ് എന്നൊക്കെയായിരുന്നു നമ്മുടെ പഴയ നിലപാട്. ഇടയ്ക്ക് രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു, വേണ്ടി വന്നാൽ നോ ഫസ്റ്റ് യൂസ് എന്നുള്ള പോളിസി നമ്മൾ മാറ്റും എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ വേണ്ടി വന്നാൽ ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ അണവായുധങ്ങൾ കൊണ്ടുവന്ന് ഇത് ഘടിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം കിട്ടിയാൽ അതിനു മുമ്പ് അടിച്ച് നമ്മൾ പൊളിച്ചിരിക്കും. അതാണ് മാറിയ ഇന്ത്യ, മാറുന്ന ഇന്ത്യ. ഏതായാലും ബ്രഹ്മോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഞാനൊരു വീഡിയോ ഷോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ശിവദാനു പിള്ളയെ മറക്കാൻ കഴിയില്ല. നമ്മുടെ മലയാളിയാണ്. ബ്രഹ്മോസ് പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ CEO ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സംഭാവനകൾ ബ്രഹ്മോസിനെ വികസിപ്പിക്കാനുണ്ടായിട്ടുണ്ട്. ലോകത്തെമ്പാടും ബ്രഹ്മോസിനെ പരിചയപ്പെടുത്തുന്നതിൽ ശിവദാനു പിള്ള വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പാകിസ്ഥാന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബ്രഹ്മോസ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു മടിയുമില്ലാതെ പാകിസ്ഥാൻ സേനാ മേധാവിയോട് പറഞ്ഞ ആളാണ് ശിവദാനു പിള്ള. അപ്പോൾ ഏതായാലും ബ്രഹ്മോസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ വലിയ ഡെവലപ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലക്നൌവിൽ, ഉത്തർപ്രദേശിലെ ലക്നൌവിലെ UP ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായി നമ്മളൊരു പുതിയ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കുള്ളത് 2 ഫാക്ടറികൾ ഉള്ളത്. ഹൈദരാബാദിൽ പ്രധാന ഇൻ്റഗ്രേഷൻ കോംപ്ലക്സ് ഹൈദരാബാദിലാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ഉണ്ട്. പ്രധാന ഘടകങ്ങൾ അവിടെയാണ് നിർമ്മിക്കുന്നത്. സിസ്റ്റം ഇൻ്റഗ്രേഷനും നടത്തുന്നത് തിരുവനന്തപുരത്തെ ബ്രഹ്മോസിലാണ്. ഇപ്പോൾ ലക്നൌവിലായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു വർഷം, കണക്കുകളൊന്നും കൃത്യമായിരിക്കണമെന്നില്ല, പൊതുവിൽ ഡിഫൻസ് സൈറ്റുകളിലൊക്കെ പറയുന്നത് നമ്മൾ പ്രതിവർഷം 100 ബ്രഹ്മോസ് മിസൈലുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ് പ്രതിവർഷം. അത് കേട്ടിട്ട് എനിക്കും അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. നമ്മൾ ഫിലിപ്പൈൻസിന് കൊടുത്തിട്ടുണ്ട്, വിയറ്റ്നാം നമ്മളുമായിട്ട് കരാർ വെച്ചിട്ടുണ്ട്, മറ്റ് പല രാജ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പങ്കാളിയായ, ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പങ്കാളിയായ റഷ്യ പോലും ഒരു 100 ബ്രഹ്മോസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്ത, ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ UAE, നമ്മുടെ MBZൻ്റെ UAE നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കുറച്ച് ബ്രഹ്മോസ് മിസൈലും ആകാശ് നമുക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. നമ്മൾ ഇന്ത്യ ലെവലിലാണ് അത് ആദ്യം ബ്രേക്ക് ചെയ്തത്, മറ്റു മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ഏതായാലും ബ്രഹ്മോസിൻ്റെ ഡിമാൻഡ് വല്ലാതെ കൂടി വരുന്നു. ഏതായാലും ഈ ലക്നൌവിലെ പുതിയ യൂണിറ്റിൽ മാത്രം 100 മിസൈലുകൾ ഉണ്ടാക്കാം, അത് 150 ഉയർത്തും എന്നാണ് പറയുന്നത്. ഏതായാലും ഈ 3 കേന്ദ്രങ്ങളിലായി ബ്രഹ്മോസിൻ്റെ ആധുനികവൽക്കരണം, അതിൻ്റെ ടെക്നോളജിക്കലി അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൃത്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പുതിയ ബ്രഹ്മോസ് NG അനൗൺസ് ചെയ്യാൻ കഴിയുന്നത്. അത് ഏറ്റവും അടുത്ത മാസങ്ങളിൽ തന്നെ നമ്മുടെ സേനയുടെ, സൈന്യത്തിൻ്റെ, നേവിയുടെ, എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് മാറും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ എന്താണ് ജൻസിയെ ഇറങ്ങാത്തതെന്ന് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ജൻസിയെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മോസ് ജൻസി വരുന്നു. ആ ജൻസി അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നത്, വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത്, മാറ്റിമറിക്കാൻ പോകുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനെയായിരിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്തെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ വേണ്ടി വന്നാൽ ഇന്ത്യയുടെ യുദ്ധം പ്രഖ്യാപിക്കും, കൈവെട്ടിക്കളയും എന്നൊക്കെ പറയുന്ന ഒരു തെമ്മാടി രാജ്യമായിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മോസ് NGയുടെ സ്വാദറിയാൻ ആദ്യം ഭാഗ്യം കിട്ടുക മിക്കവാറും പാകിസ്ഥാനാണ്. ബംഗ്ലാദേശും മത്സരിച്ച് വരുന്നുണ്ട്. ആർക്കാണേലും നമ്മൾ സൗജന്യമായിട്ടായിരിക്കും ബ്രഹ്മോസ് NGയും കൊടുക്കുക എന്നത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്നും എപ്പോഴും വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചെയ്യണേ.